ഇസ്രയേൽ നടത്തുന്ന അതിക്രൂരമായ കുറ്റകൃത്യങ്ങളിൽ ഇടപെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ. ഇതിനെതിരെ ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ കൗൺസിൽ പ്രമേയവും പാസാക്കി കഴിഞ്ഞു. ഇസ്രയേൽ ഭരണകൂടം വംശഹത്യ തടയണമെന്നും പ്രദേശത്തെ നിയമവിരുദ്ധ ഉപരോധം പിൻവലിക്കണമെന്നും കൗൺസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷന്റെ അതായത് OIC ഭൂരിഭാഗം അംഗങ്ങളും മുന്നോട്ട് വെച്ച പ്രമേയം കൗൺസിലിലെ 47 അംഗങ്ങളിൽ 27 പേർ പ്രമേയത്തെ അനുകൂലിച്ചും 16 പേർ വിട്ടുനിൽക്കുകയും ചെയ്തതോടെ പ്രമേയം പാസ്സാവുകയായിരുന്നു. ഇസ്രയേലിന്റെ വെടിനിർത്തൽ കരാർ ലംഘനത്തെ അപലപിച്ചുകൊണ്ടായിരുന്നു പ്രമേയം കൂടുതലും പാസ്സാക്കിയിരുന്നത്. അതുമാത്രമല്ല, നേരെ മറിച്ച് വംശഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഇസ്രയേലി ഉദ്യോഗസ്ഥരുടെ പ്രസ്താവനകളും കടുത്ത വിമർശനങ്ങൾക്കാണ് വഴിതെളിച്ചിട്ടുള്ളത്. ഗാസയിൽ തടസ്സങ്ങളില്ലാതെ മാനുഷിക സഹായം നൽകണമെന്നും അടിസ്ഥാന ആവശ്യങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നും പ്രമേയം ശക്തമായി തന്നെ ആവശ്യപ്പെടുകയും ചെയ്തു. യുദ്ധായുധമായി സാധാരണക്കാരുടെ പട്ടിണി ഉപയോഗിക്കുന്നതിനെ പ്രമേയം എടുത്തു ചൂണ്ടിക്കാട്ടുന്നുണ്ട്. യുദ്ധത്തിന്റെ ഒരു മാർഗമായി സിവിലിയന്മാരെ പട്ടിണിയിലാക്കുന്നതിനെ പ്രമേയം ശക്തമായി വിമർശിക്കുകയും ഗാസ മുനമ്പിൽ നിന്ന് പാലസ്തീനികളെ നിർബന്ധിതമായി മാറ്റുന്നത് തടയാൻ എല്ലാ രാജ്യങ്ങളോട് അടിയന്തരമായി നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇസ്രയേലിനുള്ള ആയുധ വിൽപ്പന നിർത്തിവെക്കാനും ഗാസയിൽ നിന്ന് പാലസ്തീനികളെ ബലപ്രയോഗത്തിലൂടെ മാറ്റുന്നത് തടയാൻ അടിയന്തര നടപടി സ്വീകരിക്കാനും പ്രമേയം എല്ലാ രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടു കഴിഞ്ഞു. കൂടാതെ ഗാസയ്ക്കെതിരായ യുദ്ധത്തിൽ നടന്ന പ്രധാന അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങൾക്കുള്ള പ്രോസിക്യൂഷനുകൾ തയ്യാറാക്കുന്നതിനായി ഒരു പുതിയ അന്വേഷണ സംഘം രൂപീകരിക്കണമെന്നും പ്രമേയം UN പൊതുസഭയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പക്ഷാപാതം ആരോപിച്ച് ഇസ്രയേൽ കൗൺസിലിനെ ബഹിഷ്കരിക്കുകയാണ് ശരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാർച്ച് 18 ഇസ്രയേൽ സൈന്യം ഗാസ മുനമ്പിൽ ഒരു അപ്രതീക്ഷിത വ്യോമാക്രമണം നടത്തുകയുണ്ടായി. ഈ ആക്രമണത്തിൽ 1000-ലധികം പേർ കൊല്ലപ്പെടുകയും അതുപോലെ 2000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറും പാലസ്തീൻ തടവുകാർക്ക് പകരം ഇസ്രയേലി തടവുകാരെ കൈമാറുന്നതിനുള്ള കരാറും ഇതോടെ ഇസ്രയേൽ തകർക്കുകയാണ് ശരിക്കും. ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ അനുസരിച്ചും 2023 ഒക്ടോബർ 7 മുതൽ ഗാസയിൽ ഇസ്രയേൽ സൈന്യം നടത്തിയ ക്രൂരമായ ആക്രമണങ്ങളിൽ ഇതുവരെ 50,300-ലധികം പാലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. അവരിൽ ഭൂരിഭാഗം സ്ത്രീകളും കുട്ടികളുമാണ് ഉൾപ്പെടുന്നതും. കൂടാതെ 1,14,500-ലധികം പേർക്ക് പരിക്കേറ്റതായും കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ ഇതുവരെ കരാറുകൾ അംഗീകരിക്കാനോ നിലവിലുള്ള വ്യവസ്ഥകൾ പാലിക്കാനോ അന്താരാഷ്ട്ര നിയമങ്ങൾ നടപ്പിലാക്കാനോ ഇസ്രയേൽ തയ്യാറായില്ല എന്നതും യഥാർത്ഥത്തിൽ ഗുരുതരമായ തെറ്റാണ്.